സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ഈ രാജ്യത്ത് രൂപീകൃതമായത് 2009 ജൂൺ 21-നാണ്. 17 വർഷം പിന്നിട്ട SDPI ഇന്ന് അതിൻ്റെ 18ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. 2009 ഇന്ത്യയിൽ 1162 രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു. അതിൽ 363 പാർട്ടികളാണ് വളരെ ആക്റ്റീവായി രാജ്യത്ത് പ്രവർത്തിച്ചിരുന്നത്. ദേശീയ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളായി 7 എണ്ണവും സംസ്ഥാന അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളായി 34 എണ്ണവും അൺറെക്കഗ്നൈസ്ഡ് രജിസ്ട്രേഡ് പൊളിറ്റിക്കൽ പാർട്ടികളായി ആക്റ്റീവായി പ്രവർത്തിച്ചത് 322-മാണ്. ഞാൻ ഈ കണക്ക് പറയുന്നത് നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണത്തിൽ കുറവ് ഉണ്ടായത് കൊണ്ടല്ല SDPI രൂപീകൃതമായത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ലോക ജനസംഖ്യയിൽ 1/6 ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ജനത ലോക ജനതയുടെ 1/6 ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഒരു രാജ്യം എന്ന നിലക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. ഈ വലിയ ജനങ്ങളുള്ള ഈ രാജ്യത്തിന് വലിയ വിഭവങ്ങളുണ്ട്. അതിന് ഖനിജങ്ങൾ വളരെ കൂടുതലാണ്. അതിൻ്റെ ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവം അതിനേക്കാളും കൂടുതലാണ്. ഇങ്ങനെ മനുഷ്യവിഭവങ്ങളും മറ്റു ഖനിജങ്ങളുമുള്ള ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ലോക രാജ്യങ്ങളുടെ കിടപിടിച്ച് നിന്ന് ഒരു വികസിത രാജ്യമായി ഇന്ന് ഇന്ത്യ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ദാരിദ്ര്യം ജനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ, തൊഴിലില്ലായ്മയുടെ കാര്യത്തിലാണെങ്കിൽ, ചൈൽഡ് മോർട്ടാലിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ, ആരോഗ്യരംഗത്തെ കാര്യത്തിലാണെങ്കിൽ, അതുപോലെ തന്നെ GDPയുടെ കാര്യത്തിലാണെങ്കിൽ, ഇതിലൊക്കെ തന്നെയും നമ്മുടെ രാജ്യം വളരെ പുറകിലാണ്. ഒരു ലോക വികസിത രാജ്യത്തിൻ്റെ കൂടെ എത്തിപ്പെടാൻ നമുക്ക് ഇതുവരെ സാധ്യമായിട്ടില്ല. നമ്മുടെ രാജ്യം ഇത്രയധികം വിഭവങ്ങളുള്ള ഒരു രാജ്യത്ത് ഈ രാജ്യത്തിലെ ഈ സൂചികകൾ, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ചൈൽഡ് മോർട്ടാലിറ്റി, ആരോഗ്യം പോലുള്ള രംഗങ്ങളിലെ നമ്മുടെ ശോചനീയമായ അവസ്ഥ കൂട്ടായ ഒരു യത്നത്തിലൂടെ നമുക്ക് ഇതിനൊക്കെ ഓവർകം ചെയ്ത് ഒരു വികസിത രാജ്യമായി ഇന്ത്യ മാറേണ്ടതുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അതിൻ്റെ മതേതര സ്വഭാവമാണ്. നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയൊരു മൂല്യവും അതാണ്. പക്ഷേ നമ്മുടെ പ്രതിസന്ധികൾ, ഓരോ പൗരൻ്റെയും മൗലികമായി ലഭിക്കേണ്ട അവകാശങ്ങളും അതുപോലെ തന്നെ രാജ്യം ഒരു വികസിത രാജ്യമായി വളരേണ്ട ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്തെ ജനങ്ങളെ ഒന്നിച്ച് കൂട്ടിപ്പിടിച്ച് ഒരു ഒറ്റ ശബ്ദമായി ഒരു മെയ്യായി പോകേണ്ടതിന് പകരം രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിലും രാജ്യത്തെ ജനങ്ങളെ പരസ്പരം അകറ്റി നിർത്തുന്നതിലുമാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ എന്ന് പറയാവുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് RSS ആണ്. അപ്പോൾ RSS 1925 രൂപീകൃതമായ അന്ന് തന്നെ RSSന് കൃത്യമായൊരു അജണ്ടയുണ്ടായിരുന്നു. ഈ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കുക എന്നതാണ്. ആ RSSൻ്റെ അജണ്ട RSS അല്ലെങ്കിൽ കൃത്യമായി വായിച്ചെടുക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധ്യമായില്ല എന്നതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പരിതാപകരമായ അതിൻ്റെ പരാജയം. നമുക്കറിയാം, കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുപോലെ തന്നെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ RSSൻ്റെ ഈ ഭീകരമുഖത്തെ തിരിച്ചറിഞ്ഞ് അവരെ വായിച്ച് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. രാജ്യത്ത് ദേശീയ രാഷ്ട്രീയ കക്ഷികളെ കൂടാതെ മറ്റു സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. പലപ്പോഴും ഈ പാർട്ടികൾ ഒരു പാൻ ഇന്ത്യൻ കൺസെപ്റ്റോട് കൂടി പ്രവർത്തിക്കുന്നവരല്ല. അവരുടെ അജണ്ടകളും അവരുടെ പ്രവർത്തന മേഖലകളും വളരെ ചുരുങ്ങിയ ഒരു പ്രതലമായി മാറിയിരിക്കുകയാണ്. RSSനെ ശരിയായി വായിച്ചെടുക്കുന്നതിൽ അവർക്കും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഈ ഒരു ക്രൈസിസ്, രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും അവരെ പരസ്പരം തമ്മിലടിപ്പിക്കുകയും അവരെ അതിൽ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒന്നിലധികം വിഭാഗങ്ങളെ രാജ്യത്തിൽ നിന്ന് അകറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ
ഈ രാജ്യത്ത് ഇതിനെ കൃത്യമായി പഠിച്ച് രൂപീകൃതമായതാണ് നമ്മുടെ SDPI. അതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. SDPI എടുത്ത നിലപാടുകൾ നമുക്കറിയാം. അതിൻ്റെ തുടക്കം മുതൽ ഈ രാജ്യത്ത് നമ്മൾ രൂപീകൃതമായ അന്ന് തന്നെ നമ്മൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്. അത് ഭയത്തിൽ നിന്ന് മോചനം, വിശപ്പിൽ നിന്ന് മോചനം എന്നായിരുന്നു. 2009 ഈ പാർട്ടി ആ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പലർക്കും അത് അത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. എന്താണ് ഇപ്പോൾ ഒരു വിശപ്പിൽ നിന്ന് മോചനം, എന്താണ് ഒരു ഭയത്തിൽ നിന്ന് മോചനം എന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതികളെക്കുറിച്ച് കൃത്യമായി നമ്മൾ വിലയിരുത്തുമ്പോൾ 1995 ഗുജറാത്തിൽ BJP അധികാരമേറ്റത് മുതൽ ഇന്ത്യയിലെ മുസ്ലിം വംശഹത്യക്ക് ഒരു പാകപ്പെട്ട മണ്ണായി ഗുജറാത്തിനെ അവർ മാറ്റിയെടുത്തു. സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിം വംശഹത്യയുടെ ഒരു റോൾ മോഡലാക്കിയിട്ടാണ് അവരതിനെ ഗുജറാത്തിനെ കണ്ടത്. നമുക്കറിയാം ഗുജറാത്തിലെ ഗോദ്ര സംഭവം അതിനുശേഷമുണ്ടായ 2001 ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വരുന്നത്. 2002 നടന്ന വളരെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപം, 2000-ലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ട ഒരു വർഗീയ കലാപം ഇന്ത്യ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1983 ആസാമിലെ നെല്ലിയിലുണ്ടായ കലാപം, അതുപോലെ തന്നെ 2012 ആസാമിലെ ബോഡോയിലുണ്ടായ ബോഡോ കലാപം. ഇങ്ങനെയുള്ള ഒരുപാട് കലാപങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഈ മുസ്ലിം ജനവിഭാഗത്തെ ഈ മണ്ണിൽ നിന്ന് മാറ്റിയെടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിനുള്ള ഒരു ഗൂഢമായ RSS ശ്രമങ്ങളുടെ ഫലമായിരുന്നു. പല സ്റ്റേറ്റുകളിലും അവരുടെ ഈ വംശഹത്യയുടെ ശ്രമങ്ങൾ നടത്തിയത് രാജ്യത്തെ ജനങ്ങൾക്ക് ഭീതിതമായി മാത്രമേ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും മുസ്ലിം ജനവിഭാഗങ്ങൾക്ക്, അതിൽ നമ്മൾ മുസ്ലിങ്ങളെ മാത്രം പറഞ്ഞതിൽ അർത്ഥമില്ല, ക്രിസ്തീയ വിഭാഗത്തിനും. നമുക്കറിയാം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മത പ്രബോധകരായി പോയിട്ടുള്ള പല ക്രിസ്തീയ പാതിരമാരെയും അതുപോലെ തന്നെ അവിടുത്തെ ക്രിസ്തീയ ആരാധനാലയങ്ങളെയും അവിടുത്തെ ക്രിസ്തീയ വിശ്വാസികളെയും RSSകാർ വളരെ ശക്തമായി എതിർക്കുകയും അത്തരം അവരുടെ മുന്നോട്ടുള്ള അവരുടെ അവിടങ്ങളിൽ ജീവിക്കാൻ കഴിയാത്ത വിധം, അവർക്ക് ആരാധന നടത്താൻ പറ്റാത്ത വിധം അവിടെ ക്രിസ്ത്യാനിറ്റി സമൂഹത്തിനെതിരെ RSSകാർ വലിയ ശക്തമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യത്ത് ഈ രീതിയിലുള്ള അതുപോലെ തന്നെ ആൾക്കൂട്ടക്കൊലകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അത് ഝാർഖണ്ഡിലുണ്ടായിരുന്നു, UP-യിലുണ്ടായിരുന്നു, വിവിധ സംസ്ഥാനങ്ങളിൽ, ഝാർഖണ്ഡിൽ അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു. ഇത്തരം ആൾക്കൂട്ടക്കൊലകൾ അടക്കമുള്ള ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങളെയും അതുപോലെ ക്രിസ്തീയ സമൂഹത്തെയും ഈവൻ സിഖ് സമുദായത്തിലെയും ആളുകളെയും വരെ ഇങ്ങനെയുള്ള അക്രമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഭയത്തോടുകൂടി മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നൊരു സാഹചര്യത്തിലേക്കായിരുന്നു രാജ്യം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് 2014 നമ്മുടെ ഇന്ത്യയിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതുവരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ അതിന് കൃത്യമായി വായിച്ചെടുത്ത് അതിനെതിരിൽ രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും വിമുഖത കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം കോൺഗ്രസ് എടുത്ത പല നിലപാടുകളും. ശരിക്കും പറഞ്ഞാൽ 1992 ബാബരി മസ്ജിദിന്റെ തകർച്ചയും അതോടനുബന്ധിച്ചുള്ള സംഭവവികാസം നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് കോൺഗ്രസ് എടുത്ത ഒരു ഹിന്ദുത്വ നിലപാടായിരുന്നു ഇന്ന് ഇന്ത്യയിൽ BJPക്ക് ഈ രീതിയിലുള്ള വളർച്ച ഉണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ രീതിയിലൊരു ഭീതിതമായ സാഹചര്യത്തിലൂടെ മാത്രമേ ഇവിടുത്തെ ജനവിഭാഗത്തിന് ജീവിക്കാനും കഴിയൂ എന്ന ഒരു പശ്ചാത്തലം രാജ്യത്തുണ്ടായി എന്നുള്ളതിന് ആ വസ്തുതയും ആ സാമൂഹികമായ പ്രതിസന്ധിയെയും അഡ്രസ് ചെയ്യാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധ്യമായില്ല എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മുടെ SDPIക്ക് ഇവിടെ രൂപീകൃതമാകാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കിയത്. ഇതാണ് അന്ന് രൂപീകൃതമായ ആ ദിനം തൊട്ട് പാർട്ടി എടുത്ത നിലപാടുകൾക്ക് ഇന്ന് വലിയ രീതിയിലുള്ള അംഗീകാരം ലഭിച്ചു വരികയാണ്. അന്ന് SDPI വിളിച്ച മുദ്രാവാക്യം പിന്നീട് കോൺഗ്രസ് വിളിച്ചു. ഭയത്തിൽ നിന്ന് മോചനം, വിശപ്പിൽ നിന്ന് മോചനം അവർ അജണ്ടയാക്കി കൊണ്ടുവന്നു. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോഴും BJPയുടെ അല്ലെങ്കിൽ RSSന്റെ ആ നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ ഈ വംശഹത്യാപരമായ നിലപാടുകളെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായ രീതിയിൽ നിലപാടെടുക്കാൻ സാധ്യമായിട്ടില്ല. നമുക്കറിയാം കേരളത്തിൽ നമ്മൾ അവസ്ഥ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ UDF നമ്മൾ പരിശോധിക്കുമ്പോൾ UDFന്റെ പല സമയത്തും അവരുടെ നിലപാടുകൾ ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, മുമ്പ് തന്നെ
ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുണ്ടായ സംഭവങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ കേരളത്തിൽ ഈ പുതിയ UDF സർക്കാർ വന്നതിന് ശേഷമുണ്ടായ വിവിധ സംഗതികൾ. അത് അന്ന് അധികാരമേറ്റ ആ ദിവസം തന്നെ വന്ദേ മാതരം ചൊല്ലിയത്, ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് പിന്നെ രത്തൻ യു കേൽക്കറെ നിയമിച്ചത്, പിന്നെ മീഡിയ സെക്രട്ടറി ആയിട്ട് റോയ് മാത്യുവിനെ വെച്ചത്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്ലീഡറായി പ്രദീപിനെ വെച്ചത്, ഇങ്ങനെ ഒരുപാട് നിയമനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവുന്ന ഒന്ന്, RSSന് അനുകൂലമായ രീതിയിലുള്ള അവരെ അജണ്ടകൾ നടപ്പിലാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള നിയമനങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. RSSന് ഒരു നിലപാട് സ്വീകരിക്കാൻ പോലും സാധ്യമല്ല. ഇപ്പോൾ അടുത്തിടെ പിന്നെ ഷാജി പറഞ്ഞത്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഷാജി പറഞ്ഞത്, അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത്, RSSനെ എതിർക്കാതിരിക്കുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നാണ്. അത് എന്ത് സ്വാതന്ത്ര്യമാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ എതിർക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നത് ശരിയായിരിക്കാം, അത് ശരി, പലപ്പോഴും അങ്ങനെ പലരും പറയാറുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കാതെ മൗനം പാലിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഷ നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. ഞങ്ങൾ കേന്ദ്ര സർക്കാരിനുമായി ഒരു മല്ലിടിൽ നിന്ന് അല്ലെങ്കിൽ അവരുമായി ഫൈറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ്. അതിനർത്ഥം കേന്ദ്ര സർക്കാർ എന്ന് ഭരിക്കുന്നത് BJP ആണ്, RSS ആണ്. അപ്പോൾ അവരുമായി ചേർന്ന് നിൽന്ന് അവരുടെ ആശയങ്ങളെ കേരള മണ്ണിൽ നടപ്പിലാക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യമെന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഇത് SDPയുടെ നിലപാടുകൾ കൂടുതൽ അതിന് ശോഭയേകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ പലപ്പോഴും BJP അകറ്റി നിർത്താൻ SDP ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞപ്പോൾ പിന്നെ പ്രസിഡന്റ് ഇലക്ഷനിലൊക്കെ പാർട്ടിയുടെ നിലപാട് വളരെ സുവ്യക്തമാണ്. അത് പലപുരി നമ്മൾ ഈ കേരളീയ രാഷ്ട്രീയ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. BJPയെ നമ്മൾ അകറ്റി നിർത്തുന്നതിന് വേണ്ടി നമ്മളെടുത്ത നിലപാടുകൾ അത് അന്ന് വളരെ ഫലപ്രദമായ നിലപാടുകളെ അത് ഉൾക്കൊള്ളാനോ അതിന് കൂടെ നിൽക്കാനോ ഒന്നും UDF ഒന്നും തയ്യാറായിരുന്നില്ല. മറിച്ച് അവരെ എതിർക്കുക ചെയ്ത് BJPക്ക് പല പഞ്ചായത്തുകളിലെയും ഭരണം ഒരു തളികയിൽ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി അവർ ആ രീതിയിലുള്ള ഒരു ശ്രമങ്ങളാണ് അല്ലെങ്കിൽ പ്രവർത്തനമാണ് നടത്തിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, SDPയുടെ നിലപാടെന്ന് പറയുന്നത് അത് ഫാസിസ്റ്റുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ മേൽക്കോയ്മയെ, രാഷ്ട്രീയമായ ആധിപത്യത്തെ ഈ രാജ്യത്ത് നിന്ന് ജനാധിപത്യപരമായ രീതിയിൽ രാഷ്ട്രീയമായി അതിനെ എതിർത്ത് തോൽപ്പിക്കുക. ഇവിടെ നമ്മുടെ ഭരണഘടനയും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതാണ് പാർട്ടി എടുത്ത നിലപാട്. ആ നിലപാടിൽ നിന്ന് സ്വീകാര്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ 4 സംസ്ഥാനങ്ങളിലെ അസംബ്ലി ഇലക്ഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ സാധ്യമായിട്ടുണ്ട്. ബംഗാളിൽ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പാർട്ടിക്ക് വലിയ വോട്ട് ഷെയർ ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ നമുക്കറിയാം, SDPയെ കൃത്യമായി മനസ്സിലാക്കാതെ, പാർട്ടിയുടെ അതിൻ്റെ ഐഡിയോളജിയും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒന്നും അടുത്തറിഞ്ഞ് കണ്ട് മനസ്സിലാക്കാതെ വിദൂരത്ത് നിന്ന് പാർട്ടിയെ ഇവിടുത്തെ RSSകാരും അവിടുത്തെ സംഘപരിവാര ശക്തികളും പാർട്ടിയെ തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തെറ്റായി വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു അധ്യാപനങ്ങളും ആ ഒരു കേൾവിയും മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിയെ ചാപ്പകുത്തി മാറ്റി നിർത്തിക്കൊണ്ടിരുന്ന പല രാഷ്ട്രീയ പാർട്ടികളും, അത് ബംഗാളിലാണെങ്കിലും അത് തമിഴ്നാട്ടിലാണെങ്കിലും ഒക്കെ പാർട്ടിയെ യഥാർത്ഥമായി ഉൾക്കൊള്ളുകയും ചേർന്ന് നിൽക്കാൻ, SDPയുമായി ചേർന്ന് നിൽക്കാൻ അവർ സന്നദ്ധമാവുകയും ചെയ്തു. ഇതൊരു വലിയ നല്ല സൂചകമാണ്. ഇത് ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും അതിൻ്റെ ഭരണഘടനയും ഒക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള രാഷ്ട്രീയമായ പോരാട്ടത്തിന് എല്ലാ ആളുകളും ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടക്കേണ്ടത്. അങ്ങനെ യോജിച്ചുകൊണ്ടുള്ള, ഇപ്പോൾ തന്നെ നമുക്കറിയാം, കോൺഗ്രസ് രൂപീകരിച്ച ഇന്ത്യ മുന്നണിയെ കോൺഗ്രസ് തന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. തമിഴ്നാട്ടിൽ DMK മുന്നിലുണ്ടായിരുന്ന കോൺഗ്രസ് അവരോടുമായി കൂടിയാലോചിക്കാതെ വിജയന് കൂടെ പോയത് അവിടങ്ങളിൽ അതിൻ്റെ ഒരു തകർച്ചയ്ക്ക്, ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇവിടെ അതല്ല വേണ്ടത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ആരൊക്കെ BJPക്കെതിരെ, BJPയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ യോജിച്ച് നിൽക്കാൻ ആർക്കൊക്കെ സാധ്യമാവുന്നുണ്ടോ അവരൊക്കെ ചേർത്ത് നിന്നുകൊണ്ട് ഈ ഒരു വലിയ ജനാധിപത്യ പ്രക്രിയ
നമുക്ക് ഇവിടെ തുടരേണ്ടതുണ്ട്. ആ ഒരു മെസ്സേജാണ് നമ്മളിവിടെ SDPI ഇപ്പോൾ നമ്മൾ പൊതുസമൂഹത്തോട് പറയുന്നത്. നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി നിർത്തി പൊതു സമൂഹവും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഒന്നിച്ചു നിന്ന് ഇന്നത്തെ ഇന്ത്യയുടെ വളരെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയെ അകറ്റി നിർത്താനുള്ള ഒരു തീവ്രമായ യോജിച്ചുള്ള പോരാട്ടത്തിന് എല്ലാ പാർട്ടികളും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് ഈ പാർട്ടിയുടെ രൂപീകരണ ദിനത്തിൽ നമുക്ക് SDPIക്ക് ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാനുള്ളത്. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത്, ഒരു പാർട്ടിയുടെ കരുത്ത് എന്ന് പറയുന്നത് അതിൻ്റെ പേരോ അതിൻ്റെ ഘടനയോ അല്ല, അതിലെ പ്രവർത്തകന്മാർക്ക് എങ്ങനെ സമൂഹത്തിലെ വർത്തമാനകാലത്തെ വെല്ലുവിളികളെ എങ്ങനെ അതിജയിക്കാൻ കഴിയുന്നു, എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്നു, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ആ ഒരു പാർട്ടിയുടെ കരുത്ത്. അത് വെച്ച് നോക്കുമ്പോൾ SDPIയെ സംബന്ധിച്ചിടത്തോളം ഈ സമീപകാല സാഹചര്യങ്ങളോട് വളരെ കൃത്യമായി അതിനോട് സംവദിക്കാനും വെല്ലുവിളികളെ അതിജയിക്കാനും പാർട്ടിക്ക് കഴിയുന്നുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ ഒരു പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത്, ഒരു പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് പറയുന്നത്, അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുടെ പ്രവർത്തകന്മാർ എത്രമാത്രം സാമൂഹ്യ പ്രതിബദ്ധതയോട് പ്രതികരിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, കേരളത്തിൽ നടന്ന വിവിധ സംഭവങ്ങൾ, 2018 നിപ, അതുപോലെ തന്നെ 2019 വലിയ കേരളാടിസ്ഥാനത്തിലുണ്ടായ വലിയ വെള്ളപ്പൊക്കം, അതുപോലെ 2024 വയനാട് ചൂരൽമലയുണ്ടായ വെള്ളപ്പൊക്കം, 2021 കോട്ടയത്തുണ്ടായ ലാൻഡ്സ്ലൈഡ്, ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ കവളപ്പാറയിൽ 2019 ലാൻഡ്സ്ലൈഡ്, ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ കേരളീയ സമൂഹം വിറങ്ങലിച്ചു നിന്ന കേരളത്തിലെ ജനസമൂഹത്തിന് ഇത്തരമൊരു ഘട്ടത്തെ എങ്ങനെ പ്രതികരിക്കണമെന്ന് ആശങ്കപ്പെട്ടൊരു ഘട്ടത്തിൽ ഇവിടെ SDPIയുടെ പ്രവർത്തകന്മാർ കാണിച്ച